ദിഗദാന ധീം ദാന ദിഗദാന ധീം ദാന ദാന ദിഗദാന ധീം ദാന ദിഗദാന ധീം ദാന ദിഗദാന ധീം ദാന ദാന. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ദിഗദാന ധീം ദാന ദിഗദാന ധീം ദാന ദിഗദാന ധീം ദാന ദാന. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ദിഗദാന ദിഗദാന കൂട്ടിൽ തളിരുണ്ണും മൈനി, നിന്നോടല്ലേ ഇഷ്ടം. കനി വീഴും തോപ്പിൽ മെയ്യും നിലാവേ, നിന്നോടല്ലേ ഇഷ്ടം. മന്ദാരപ്പൂ നിഴലൊളി വീശും മാമ്പഴപ്പൊൻ കവിൾ പെണ്ണഴകേ, മാനത്ത് കാർമുകിൽ മഴമേട്ടിൽ മാരിവിൽ ഒരുകിയ നീർമണി നീ. ഓർത്തിരിക്കാൻ ഓമനിക്കാൻ കൂട്ടുകാരി പോരുമോ. കൺമണി തേൻമൊഴി. മകരിക 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 മപസനിതപ മകരിക 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 മപസാനിധനി നിധനി ദബദ ദബദ പമപ മപ മഗ മകരി ഗരി സനി സരി ഗമപ. മൊളിമിന്നും രാവിൽ തുവൽ കിനാവായി ഒഴിയാനല്ലേ ഇഷ്ടം. ചെറുപറവക്കൂട്ടം വിളക്കൊയ്യും നേരം അലയാനല്ലേ ഇഷ്ടം. നല്ലോമൽ പൂക്കളിൽ ചെമ്പകമോ, നാടോടിക്കഥയിലെ പാൽ കുഴമ്പോ, പൊന്നരച്ചമ്പിളി മിഴി നീട്ടും മൂവന്തിക്കടവിലെ മുന്തിരിയോ. കാത്തിരിക്കാൻ സമ്മതമോ കൂട്ടുകാരി ചൊല്ലുമോ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ദിഗദാന ധീം താന ദിഗദാന ധീം താന ദിഗദാന ധീം താന ദാന ദിഗദാന ധീം താന ദിഗദാന ധീം താന ദിഗദാന ധീം ദാന ദാന. ബദ്രി, മ്യൂസിക് കമ്പോസർ അല്ലേ ശരത് സർ? മ്യൂസിക് കമ്പോസർ ബദ്രിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ വലിയ പാടൊന്നും അതൊക്കെ ചുമ്മാതെ ഒരു നിഷ്പ്രയാസവും ഇല്ലാതെ ചെയ്യും. സ്വരങ്ങളുടെ ഇടയിൽ അവന്റേതായ സ്വരങ്ങൾ. എങ്ങനെയുണ്ടായി ബദ്രി പറ? എന്തായാലും നീ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ ഈ മ്യൂസിക് ഈ പാട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ മീൻസ് എനിക്ക് ചെറിയൊരു വോയിസ് മാച്ച് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ പിന്നെ ഈ പാട്ടെടുത്തു. പിന്നെ ഈ മ്യൂസിക്
കമ്പോസർ ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മീൻസ് അങ്ങനെ ഓവറായിട്ട് ചേരുന്ന ഉദ്ദേശിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു നമുക്ക് കൂടുതൽ ചോദിച്ചു നോക്കാം. ചോദിക്കാം. ശരത് സർ. മക്കളെ, ഓ സാർ. ചക്കര നല്ല പാട്ടിടാ, ഉഗ്ര ഒരു പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. ഇത് ആരൊക്കെയാണ് ഇതൊക്കെ പറ കേക്കട്ടെ. ഡീറ്റെയിൽസ് പറയാം. സ്പീഡിലായി പോയി. സിനിമ ട്രിവാൻഡ്രം ലോഡ്ജ്, ഇയർ 2012. പിന്നെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് എം ജയചന്ദ്രൻ സാർ, ലിറിക്സ് എഴുതിയിരിക്കുന്നത് രാജീവ് ഗോവിന്ദ് സാർ, പാടിയിരിക്കുന്നത് നജീം അർഷാദ് സാർ. സാറന്മാരുടെ ബഹളം. ഞാൻ മറ്റേ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടല്ലോ. അടുത്തതായി നിങ്ങൾ കേൾക്കുന്ന ഗാനം. മക്കളെ, നല്ല പാട്ട്, കുട്ടൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. പിന്നെ നജീമും നമ്മുടെ ചക്കരയാണ് അവൻ. അപ്പോൾ അത് കുറേ സന്തോഷം. റിയാലിറ്റി ഷോയിലൂടെ വന്ന ചെക്കനല്ലേ, അപ്പോൾ അതൊക്കെ കുറേ സന്തോഷം. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. പിന്നെ ഈ ആദ്യത്തെ ആലാപ്പിലാണ് എനിക്കുള്ളത്. നീ ആ ഉമ്മൊന്നും പാടിയില്ല. അത് എന്താണ് മോൻ ഉദ്ദേശിച്ചത്? ഒന്ന് രജിത്തെ ഫ്രീ ആണെങ്കിൽ ഒന്ന് ശ്രുതി കൊടുക്കാമോ? ആ എല്ലാം കഴിഞ്ഞിട്ടൊരു ഊ വന്നില്ലേ? അത് മോനെ, അതിനു മുമ്പ് നീ ഒന്ന് പാടിക്കോ, കുഴപ്പമില്ല. പിന്നെ ശ്രുതിയടാ, ഫ്ലാറ്റാ, നല്ല ഫ്ലാറ്റാ. ഇപ്പോഴും ചേരട്ടെ. മോനെ ഇപ്പോഴും ഫ്ലാറ്റാടാ. ഇനി നേരെ പോയി അങ്ങ് താമസിച്ചാ മതി, ചാബി വെച്ച് തുറന്നു. ചേർത്ത് പാടാ. എനിക്ക് കിടക്കുന്നു വരാൻ. അത് ഫ്ലാറ്റായിപ്പോ. ചേർത്ത് ഇതാണോ പാടിയത്? വല്ലാണ്ട് ഷാർപ്പായിരുന്നു മോനെ. തീന്ന് കേട്ടു. ഞാൻ നോക്കി എന്താണ് ഈ കൊച്ചിന് പറ്റിയെന്ന്. ഈ റൗണ്ട് ഇംപ്രവൈസേഷൻ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കയറി നീ പയറ്റിയോ എന്ന് ഞാൻ ആലോചിച്ചു. കേട്ടോ മക്കളെ. പിന്നെ പ്രധാനമായിട്ട് ഈ അനുരാഗം എങ്ങനെയാ പാടുന്നത്? ഈ പല്ലവിയുടെ ഉണ്ട്. കാറ്റിനും അനുരാഗമോ അത് ചേരുന്നോ നീ? കാറ്റിനും അനുരാഗമോ. ആ മോ ഇപ്പൊ പ്രൗഡാടാ. കാറ്റിനും അനുരാഗമോ. അത് കുറച്ച് കൂളായിട്ട് വരട്ടെ കേട്ടോ. കാറ്റിനും അനുരാഗമോ. അത് വൃത്തിയായിട്ടിരിക്കട്ടെ. അതിലെ ആ ഫ്രേസിന്റെ ഒരു ചന്തം. അനുരാഗമോ. ഡൗട്ട് വരരുത് കേട്ടോ. അതുപോലെ മോൻ ഈ പാട്ടിൽ എന്തൊക്കെയാ ചെയ്തത്? ഇതിൽ ആദ്യത്തെ ഒരു ഹമ്മിങ് ചെയ്തു. പിന്നെ സ്വരങ്ങള് ഓൾറെഡി നിധനി നവത അത് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ കുറച്ച് ആഡ് ചെയ്തു. കുറച്ചും കൂടെ കുട്ടാ, ഇതൊക്കെ നീ നോട്ട് ചെയ്തോണം കേട്ടോ. ഈ നിധനി അതൊന്നും പോരാന്നായി കുഞ്ഞുങ്ങൾ പറയുന്നത്. ഇംപ്രവൈസേഷൻ റൗണ്ട് ആയതുകൊണ്ട് അതൊക്കെ കൊള്ളാൻ മോനെ, അത് കുഴപ്പമില്ല. നമ്മൾ കുട്ടൻ നല്ലവനാ. നീ പാടിക്കോ, അത് കുട്ടനെ ഞെട്ടട്ടെ കേട്ട്. മകരികരിക മകരിക മകരിക മപസനിരപ മകരികരിക മകരിക മകരിക മപസാനിധനി നിധനി തപദ. നിധനി അത് കൃത്യമായിട്ട് നിർത്തണോടാ. അത് വേറെ നിധനി വേറെ എന്തോ ആയിരുന്നു പാടി ആദ്യം പാടിയപ്പോ. മകരിക മപസാനിധനി മകരിക മപസാനിധനി നിധനി ദപദ ദപദ പമപ
മപ മഗ മഗരി ഗരി സനി സരി ഗ മ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഒരു കാര്യം രണ്ട് മധ്യമം കിടക്കുന്നില്ല, അതുകൊണ്ടാണ്. മപ മഗ മഗരി ഗരി സനി സരി ഗ മപ. ആ ഉമ്മൊക്കെ അങ്ങ് പോയി കേട്ടോ മക്കളെ. ഉമ്മങ്ങ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓ അത് കഞ്ഞി കുടിച്ചിട്ടില്ലാത്ത ഒരു ഉമ്മ. അത് ഒന്ന് ശരിയായിക്കോണം. ഓക്കെ സാർ. ബാക്കി പിന്നെ ഈ കാറ്റിനും അതുകൊണ്ട് വേറൊരു നോട്ടാ പാടിയ മോൻ. കാറ്റിനും ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും ഇംപ്രവൈസ് ചെയ്തോ അവിടെ. ലാസ്റ്റ് അല്ലേ? അതേടാ, അങ്ങനെ ആക്കിയാണോ നീ? അല്ലല്ല. അത് വല്ലാത്ത കൊടുങ്കാറ്റായി പോയി. അത് നോക്കിക്കോളാം മോൻ ഇംപ്രവൈസ് ചെയ്ത ഏരിയ ഒക്കെ ഒന്ന് പാടിക്കും. അത് കേക്കട്ടെ. ആദ്യം മോനും ഇംപ്രവൈസ് ചെയ്യായിരുന്നു നീ? തുടക്കം പോലെ മറ്റേ ഹമ്മിങ് ഉണ്ടായിരുന്നു. ഹമ്മിങ്ങും സ്വരങ്ങളും അല്ലാതെ മോൻ എവിടെങ്കിലും ഇംപ്രവൈസ് ചെയ്ത് ഒന്ന് പാടാമോ? അനുപല്ലവി കഴിഞ്ഞതിന് ശേഷമുള്ള പല്ലവി. കൺമണി തേൻമൊഴി. ഇത് ഇത്രയും ഇത് ചെയ്ത് ഓക്കെ. ഓക്കെ, വേറെ നമ്മൾ നീ ഇംപ്രവൈസ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തില്ല. അത് ഒറിജിനൽ പാട്ട് തന്നെ തിരിച്ച് പാടി വെച്ചോ എന്ന് നമ്മൾ തോന്നിപ്പോയി. പക്ഷെ കൊള്ളാം മോനെ, കൊള്ളാം. അത് കുറച്ചുകൂടി ഈ പെർഫെക്ഷൻ ആവാടാ. എനിക്ക് പ്രധാനമായിട്ട് പാടിയത് ഇപ്പോൾ ഫീൽ ചെയ്തത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാം. പാടുന്നത് നല്ല മണിമണി പോലെ നന്നായിരുന്നു. മോൻ പാടിയത് നന്നായിരുന്നു. ആ ഒരു സ്വഭാവത്തിനകത്ത് തന്നെ നിന്ന്. കാര്യം നിങ്ങളൊക്കെ കഴിവുള്ളവരാണ്. അപ്പം ഒരു പാട്ട് കിട്ടി അത് ഇംപ്രവൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. അപ്പോൾ അതൊരു കഴിവാണ് ഇംപ്രവൈസ് ചെയ്യുന്നത്. ചിലർക്ക് അതേ പറ്റും. ഇപ്പോൾ ഹരിഹരൻ സാറിന് നമ്മൾ പാട്ട് പറഞ്ഞു കൊടുത്ത് അന്ന് പാടിച്ചെടുക്കുന്നത് വരെ പിന്നെ ആ പാട്ട് അങ്ങ് മറന്നേക്കണം. കാര്യം എൻ്റെ മുമ്പിൽ വെച്ച് ആ പാട്ട് പാടിയിട്ട് എനിക്കാ മനസ്സിലായില്ല. അത് ഹരിഹരൻ സാർ ഓൻ പാട്ടടാ ഇന്ന് എൻ്റെ അടുത്ത് ഞാൻ പറയും ഏൻ പാട്ടാ. അത് അത്രയ്ക്ക് അദ്ദേഹം പാടി അങ്ങ് മാറ്റിപ്പോവും. അത് അദ്ദേഹത്തിൻ്റെ ഒരു അത്രയ്ക്ക് ഒരു ബോംബാണ് അദ്ദേഹം. അത്രയും ഐറ്റങ്ങൾ ഇങ്ങനെ ഉള്ളിരിക്കുമ്പോൾ എല്ലാം വന്നു പോകുന്നത് പാടുന്നത്. ഒരെണ്ണം നമ്മൾ ആ ഒരു എന്താ പറയുക, അത് അങ്ങനെ പാടാനേ പറ്റത്തില്ല അദ്ദേഹത്തിന്. അത് അസാധ്യമായിട്ട് പാടുകയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷെ അത് ഇംപ്രവൈസ് ചെയ്യുന്നത് നല്ലതാണ് മോനെ. അത് ഒരു പോസിറ്റീവ് വേയിലാണ് കേട്ടോ. അത് നശിച്ചു പോരുത്. ആ കോമ്പസിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടരുത്. അത് മാത്രം മനസ്സിലാച്ചാൽ ഇപ്പോൾ ഇത് നീ ചെയ്ത കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ചോദിച്ചു ഇവൻ ആ പാട്ട് തന്നെ പാടിയോ, ഇംപ്രവൈസ് ഒന്നും ചെയ്തില്ല എന്ന്. അപ്പോൾ ഇത് നൈസ്. കാര്യം ആ ഫാമിലിക്കകത്ത് തന്നെ ഉണ്ട് മോൻ ചെയ്തതൊക്കെ കേട്ടോ. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കുക പാടുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. ബദ്രി ഓ സാർ, നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ MJ ആൻഡ്രൻ സാറിന്റെ ഒരു ഉഗ്രൻ കമ്പോസിഷൻ, ഭയങ്കര രസമാണ്. ഇപ്പോൾ കേൾക്കുമ്പോഴും എന്ത് രസമാണ് ഈ പാട്ട്. അതുപോലെ നജീം നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിംഗറാണ്. വർക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് നജീമിന്റെ കൂടെ. ഭയങ്കര സുഖമാണ് നജീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. പിന്നെ എനിക്ക് വില്ലനായിട്ട് ഇന്ന് തോന്നിയത് ശ്രുതി. കുറേ ഭാഗത്ത് ചില ഭാഗത്ത് ഷാർപ്പായിരുന്നു, ചില സ്ഥലത്ത് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ശ്രുതി പ്രശ്നമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ബദ്രി വേറൊരു കാര്യം, ഇപ്പം പിന്നെ ഞാൻ ശരിയിട്ട് വെച്ചത് എനിക്ക് ഈ കാറ്റിനും അനുരാഗമരുടെ നോട്ടൊക്കെ, പക്ഷെ കാറ്റിനും ബദ്രി പാടുമ്പോൾ അതിന് കൊടുക്കുന്നൊരു ഡൈനാമിക് ഉണ്ട്. അത് അടിപൊളിയാട്ടോ. താങ്ക് യു സാർ. അത് പല്ലവിയിൽ കൃത്യമായിട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ ചരണമൊക്കെ കഴിഞ്ഞിട്ട് ആ കാറ്റിപ്പോൾ വീണ്ടും വരുമല്ലോ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും കാറ്റ് പോയി. ആ കാറ്റ് പോയി. പിന്നെ ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞില്ലേ ഇതിലെവിടെയൊക്കെയാണ് ഇംപ്രവൈസ് ചെയ്തത് അത് നമുക്ക് മനസ്സിലായില്ലാണ്. അത് ബദ്രിയുടെ വിജയമാണ് കേട്ടോ. കാരണം ആ ഒരു ഇംപ്രവൈസേഷൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പാട്ടിൻ്റെ ആ ചട്ടക്കൂടിനകത്ത് തന്നെ അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇംപ്രവൈസ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തോന്നാം. അതെ, ഇംപ്രവൈസ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തോന്നാം. പക്ഷെ എനിക്കൊന്ന് 1-2 ഇംപ്രവൈസേഷൻസ് അല്ലേ ഉണ്ടായുള്ളൂ. സ്വരങ്ങള് ഹമ്മിങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്വരങ്ങൾ നമ്മൾ വിടില്ല എന്തായാലും. അത് ബദ്രി വരുമ്പോ നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അത് ആ പാട്ടിന്റെ പാക്കേജിനകത്ത് തന്നെ നിന്നു ആ ഇംപ്രവൈസേഷൻസ് ഒക്കെ. അതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ എടുത്ത് ചോദിക്കേണ്ടി വന്നത്. അപ്പോൾ ദാറ്റ് ഈസ് യുവർ സക്സസ് കേട്ടോ ആ ഒരു കാര്യത്തിൽ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയടാ. നല്ല സോങ് സെലക്ഷൻ. എനിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഭയങ്കര സ്വീറ്റ് മെലഡിയാണ് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത്. എനിക്ക് ആദ്യത്തെ ഹമ്മിങ്ങിൽ ആ ശ്രുതി ആ ഉമ്മ വന്നപ്പം എനിക്ക് പിടികിട്ടില്ല. പിന്നെ അതുപോലെ മൂവന്തിക്കടവിലെ മുന്തിരിയോ കാത്തിരിക്ക
അഭിനയിക്കാൻ സമ്മതമോ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കാൻ. അത്രേ ഉള്ളൂടാ. താങ്ക് യു സാർ. വെരി താങ്ക് യു ഗുഡ്. സോ മച്ച് സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ? ബദ്രി ഓ സാർ. നന്നായിട്ട് പാടി ബദ്രി. താങ്ക് യു സാർ. പിന്നെ എനിക്ക് ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് ഈസ് ഇറ്റ് റൈറ്റ് ചോയ്സ്? ഈ പാട്ട് ഈ ഒരു റൗണ്ടിൽ പറ്റിയ പാട്ടാണോ? നല്ലൊരു പാട്ടാണ്, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷെ ഇതിനൊരു ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്കോപ്പ് എവിടെയാണ്? ഇത് ഓൾറെഡി കുറെ ഇംപ്രവൈസേഷൻസ് ഉള്ള ഒരു പാട്ടല്ല. ചില അത് ഭാര്യ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ചില പാട്ടുകൾ നമുക്ക് എന്ത് ചെയ്താലും ചിലപ്പോൾ നാശമായി പോടാം. എന്ത് ചെയ്താലും അത് ഫാക്റ്റ് ആണത് മൊത്തത്തിൽ അങ്ങ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഡൗട്ട് തോന്നിയത്. ഇപ്പം നജീമേട്ടൻ ഓൾറെഡി അതിൽ കുറേ നല്ല സംഗതീസ് പാടിയിട്ടുണ്ട്. അതുപോലെ സോ ഓൾറെഡി കുറേ വേറൊരു പാട്ട് എടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു റൗണ്ടിൽ. കാരണം ഇതൊരു ഇംപ്രവൈസേഷൻ റൗണ്ടാണ്. എനിക്കൊരു ഇംപ്രവൈസേഷൻ ഇതിൽ ഫീൽ ചെയ്തില്ല. അത് ഇംപ്രവൈസേഷൻ ഇംപ്രവൈസ് മോൻ ചെയ്തു ഒരു സ്ഥലത്ത്. പക്ഷെ ഓവറോൾ നമുക്കൊരു പാട്ട് ഇപ്പം കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് എന്തൊക്കെ ചെയ്യാം. ഇപ്പം ഹമ്മിങ് സ്വരം അല്ലാതെ ആ പാട്ടിനുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെ ഭദ്രിക്കായിട്ട് ചെയ്യാം. അപ്പോൾ അതൊരു റൈറ്റ് ചോയ്സ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ വേറൊരു പാട്ട് ഇരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഈ റൗണ്ടിനൊരു ആപ്റ്റ് ആയാനെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഒരു സിമ്പിൾ സോങ് എടുത്തിട്ട് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് ഇതിൽ തോന്നിയത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്റ്റൈൽ അങ്ങനെ പാടിയിട്ടില്ല. അത് വേറെ റൗണ്ടിൽ പാടായിരുന്നില്ല, ഈ റൗണ്ടിൽ തന്നെ നിനക്ക് പാടേണ്ട ആവശ്യമുണ്ടോ? അവന് നിർബന്ധമാണ്, നേർച്ച ഇട്ടിട്ടാവുന്നു. അതേ ഞാൻ ചോദിച്ച ബദ്രി, ഈ റൗണ്ടിൽ തന്നെ എന്തുകൊണ്ട് വൈ ഡിഡ് യു ചൂസ് ദിസ്? മനസ്സിലായില്ലേ? വേറൊരു സോങ് എടുക്കായിരുന്നു. അതാണ് എൻ്റെ ഒരു ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓക്കെ സാർ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക? ബദ്രി. ഓ സാർ. 9. ആ നോട്ടങ്ങളെ ബദ്രി. ഓ സാർ. ഞാനൊരു 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ? മക്കളെ ഒരു 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ? 8.3. എന്നെ കാണിച്ചു. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കെ ബദ്രി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.